പ്രൊഫസർ ടി ജെ മത്തായി സാറ്. ഇത് എത്രാമത്തെ പുസ്തകം സാറേ? എൻ്റെ 9ാമത്തെ പുസ്തകമാണ്. സാറിൻ്റെ 9ാമത്തെ പുസ്തകം ഈ വരുന്ന 17-ാം തീയതി കാവുവാട്ടുകാളിൽ വെച്ചാണോ? പടിയറ ഹാളിൽ വെച്ച് പ്രകാശനം ചെയ്യുകയാണ്. സാറ് വ്യക്തിപരമായ രീതി ഒരുപാട് പേരെ വിളിച്ചിട്ടുണ്ടല്ലേ? എൻ്റെ സുഹൃത്തുക്കൾ, പിന്നെ അലൂമിനി അസോസിയേഷൻ വിദ്യാർത്ഥികൾ, റിട്ടയർഡ് ചെയ്ത അധ്യാപകർ, പിന്നെ ഇപ്പോഴത്തെ അധ്യാപകർ, അവരൊക്കെ വരും. ഞാൻ പ്രത്യേകം ക്ഷണിക്കുന്നില്ല, പക്ഷേ ഇതിന് സംഘാടക സമിതി ഉണ്ട്. അപ്പോൾ അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജോസഫ് കറിയാണ്, ഞങ്ങളുടെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് മേധാവി ഡോക്ടർ ജോസഫ് കറിയ. പിന്നെ സണ്ണി തോമസ് ഉണ്ട്, പിന്നെ ജസ്റ്റിൻ ബ്രൂസ് ഉണ്ട്, പിന്നെ നമ്മുടെ ഈ റീഡിസ്കവർ കേരള എന്നും പറഞ്ഞൊരു പബ്ലിഷിംഗ് നടത്തുന്ന സേവ്യർ കാവാലുമുണ്ട്. ഇവരൊരു സംഘാടക സമിതിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടാണ് ഒരു വിദ്യാർത്ഥികളും എല്ലാം വരും. പിന്നെ എൻ്റെ പ്രവർത്തന മേഖല എന്ന് ഇപ്പോൾ ഉള്ളത് ഇവിടെ സീനിയർ സിറ്റിസൺ ഫോറം, പെൻഷനേഴ്സ് അസോസിയേഷൻ, ഇവരൊക്കെ അതിനകത്ത് സഹകരിക്കും. സാറ് ചങ്ങനാശ്ശേരിക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. ഇപ്പോഴത്തെ സാറിൻ്റെ പുസ്തകം ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ആത്മീയത വീണ്ടെടുക്കാൻ ഇന്ത്യ. അപ്പം ഈ രാഷ്ട്രീയത്തിൻ്റെ അകത്ത് ആത്മീയതയോടെ കൂട്ടിക്കിളർത്തി ഒരു വല്ലാത്ത രീതി നമ്മുടെ ഇന്ത്യയെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുക. അങ്ങനെയല്ല, അതായത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ശരിക്കുള്ള രാഷ്ട്രീയം ആത്മീയത തന്നെയാണ്. അതായത് സാർവത്രിക സ്നേഹമാണ്, സാഹോദര്യമാണ് ആത്മീയത. അതില്ലാതെ വരുന്നിടത്ത് ആത്മീയത നഷ്ടപ്പെടും. ഇപ്പം ഇന്ത്യയുടെ മഹത്തായ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് എല്ലാവരെയും ഒരുപോലെ കാണുക എന്നുള്ളതാണ്. എല്ലാ മതങ്ങളുമുണ്ട്, എല്ലാ ജാതികളുമുണ്ട്, പക്ഷെ അവരെല്ലാം ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ മഹത്വം. അത് നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഭരണ സംവിധാനത്തിലേക്ക് ഇന്ത്യ വരുന്നോ എന്ന് സംശയിക്കുന്നു. പക്ഷേ ഇത്തവണത്തെ ഇലക്ഷൻ അത് നിരക്ഷരകക്ഷികളിൽ നമ്മൾ വരുന്ന വടക്കേ ഇന്ത്യയിലെ സാധാരണക്കാര് മനോഹരമായ 2 ചെക്ക് കൊടുത്ത് ആ രാജാവിനെ തടഞ്ഞിരിക്കുകയാണ്. അതാണ് ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ ആശ്വാസം. അതുകൊണ്ട് ഭാവിയെ കുറിച്ച് നമുക്ക് വലിയ പ്രതീക്ഷ വെച്ച് അല്ലെങ്കിൽ ഏകാധിപത്യത്തിലേക്ക് നീങ്ങുമായിരുന്നു. അതായത് മതം എപ്പോഴും മതമായിട്ട് നിൽക്കണം, അത് അധികാരത്തിലേക്ക് വരാൻ പാടില്ല. മതം എപ്പോഴെല്ലാം അധികാരത്തിൽ വന്നോ, ഉദാഹരണം 800 വർഷം ഇവിടെ ബുദ്ധമതക്കാർ ഭരിച്ചു. ബുദ്ധമതത്തിന്റെ ഉന്നതമായ ആദർശങ്ങൾ ഉണ്ടായിരുന്നത് അഹിംസ പരമാധർമ്മ. ആ അഹിംസ പരമായ ധർമ്മമാണ് അഹിംസ എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ബുദ്ധമതം ക്ഷയിച്ചു. കാരണം രാജാക്കന്മാർ ഭരിച്ചതുകൊണ്ട് വന്നതാണ്. അങ്ങനെയാണ് ബുദ്ധമതം ക്ഷയിക്കുന്നത്. അപ്പം മതം എപ്പോഴും മൂല്യമാണ്. ആ മൂല്യം പോയാൽ പിന്നെ ആ മതം ചവറല്ല, അപകടമാണ്. അപകടത്തിലേക്ക് നീങ്ങും. അത് തീവ്രവാദവും ഒക്കെ ആയിട്ട് മാറുന്നത് അങ്ങനെയാണ്. ഇവിടെയാണ് ഈ കുഴപ്പം കിടക്കുന്നത്. അപ്പം അതുണ്ടാവാതെ നോക്കേണ്ട ബാധ്യത ഓരോ ഇന്ത്യക്കാരനും ഉണ്ട്. ജനാധിപത്യം നിലനിൽക്കണം, മതനിരപേക്ഷത നിലനിൽക്കണം. ഇത് രണ്ടുമാണ് നമ്മുടെ ഇന്ത്യയുടെ ബലം. അത് പോയാൽ പിന്നെ ഇന്ത്യ ഇല്ല. അതാണ് അവസ്ഥ. ഇത്രയേറെ വൈവിധ്യമുള്ള രാജ്യം ലോകത്ത് വേറെ ഇല്ല. ഇത്രയേറെ പ്രകാശം കൊടുത്ത ഒരു രാജ്യം ലോകത്തില്ല. ആദ്യം വേദങ്ങൾ, ഒപ്പം ബുദ്ധമതം, ഒന്നാന്തരം ആദർശങ്ങൾ കൊണ്ട് ലോകത്തെ പ്രകാശിപ്പിച്ച ഇതാണ്. അത് പിന്നീട് ബുദ്ധമതത്തിന്റെ കാര്യം ഞാൻ മുമ്പേ പറഞ്ഞു. പിന്നെ ഹിന്ദുമതത്തിന് പറ്റിയെന്ന് വെച്ചാൽ അത് ആചാരങ്ങളിലേക്കൊക്കെ വന്നു, അനുഷ്ഠാനങ്ങളായി, യാഗങ്ങൾ നടത്താൻ തുടങ്ങി. 350 പശുക്കളെ നിരത്തി കെട്ടി കഴുത്തറുത്ത് ചോര ഒഴുക്കുന്ന യാഗങ്ങൾ അനുഷ്ഠിക്കാൻ വന്നപ്പോഴത്തേക്ക് ഹിന്ദുമതം ക്ഷയിച്ചു, പരാജയപ്പെട്ടു പോയി. യാഗം ആഗ്രഹിക്കുന്നില്ല. മതം മൂല്യം പോവുകയും ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് മാത്രം ഒതുങ്ങുകയും ചെയ്യുമ്പോൾ അവിടെ ആ മതം നഷ്ടപ്പെടുകയാണ്, മതത്തിന്റെ മൂല്യം പോവുകയാണ്. മൂല്യം പോയാൽ പിന്നെ ആത്മീയത നഷ്ടപ്പെടും. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഈ ആത്മീയത, നമ്മുടെ ഒരുപാട് ആത്മീയത നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ട ആത്മീയത വീണ്ടെടുക്കാൻ ഇന്ത്യ ഉണരുന്നു എന്നുള്ള സൂചനയാണ് ഞാൻ ഇന്നത്തെ കൊടുത്തിരിക്കുന്നത്, ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. ശരി സാറേ, ഇതാദ്യം എനിക്ക് സാറ് തന്നു വാങ്ങാൻ പറ്റി. സാറിന് എന്നോടുള്ള വ്യക്തിപരമായുള്ള സ്നേഹം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും 17-ാം തീയതി
ഇതിൽ വന്ന് പങ്കെടുക്കുക. ഇനി അടുത്ത ഒരു പുസ്തകം എന്നല്ല, അനേക പുസ്തകങ്ങൾ എഴുതുവാൻ സാറിന് ദൈവം ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഓക്കെ.